ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി ചില്ലി അല്ലെങ്കിൽ ചില്ലി ഗോബി, കോളിഫ്ലവർ ചില്ലി എന്നൊക്കെ പറയും, അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള, ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഉദ്ദേശം 400-450 ഗ്രാം വലിപ്പമുള്ള ഒരു കോളിഫ്ലവർ ആണ് കേട്ടോ. അതിൻ്റെ ആ ഒരു തണ്ടും മറ്റു കാര്യങ്ങളുമൊക്കെ പോയിട്ടുള്ള അളവാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കാം. ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കുമ്പോൾ തീരെ ചെറുതായി പോകാൻ പാടില്ല. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിന് ഒരല്പം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി വയ്ക്കുക. ഇനി ഒരു 10 മിനിറ്റോളം നമുക്ക് ഈ കോളിഫ്ലവർ ചൂടായ വെള്ളത്തിൽ ഇട്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് വെള്ളത്തിൽ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പറഞ്ഞ 10 മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെയും കോളിഫ്ലവർ ഏകദേശം ഒന്ന് വെന്ത് കിട്ടും. ശേഷം നമുക്കിത് വെള്ളം ഊറ്റിക്കളഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ബാറ്റർ ഉണ്ടല്ലോ, അതൊന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ മൈദാമാവും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ലൊരു കളറിന് വേണമെങ്കിൽ അല്പം കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഉപ്പ്, ഒടുവിലായിട്ട് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഈ ബാറ്റർ ഒന്ന് കലക്കിയെടുക്കണം. ബാറ്റർ തീരെ അങ്ങ് ലൂസായി പോകാനും അതുപോലെ തീരെ കട്ടിയായി പോകാനും പാടില്ല. അതായത് നമ്മൾ ഈ കോളിഫ്ലവർ മുക്കിയെടുക്കുന്ന സമയത്ത് അതിൽ തങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം ബാറ്റർ കലക്കിയെടുക്കാൻ. ഇവിടെ ഇപ്പോൾ ഒരല്പം കട്ടിയോടുകൂടി നമ്മൾ ഈ ബാറ്റർ കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഒരല്പം കൂടി ലൂസായി തുടങ്ങും. അപ്പോൾ എന്തായാലും ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ഓരോന്നായിട്ട് ബാറ്ററിൽ മുക്കി അതിനുശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ എന്തായാലും എല്ലാം കൂടി ഈ കാണുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഈ കോളിഫ്ലവർ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആദ്യാവസാനം വരെ, അതായത് ഈ കോളിഫ്ലവർ മുഴുവനായും ഫ്രൈ ചെയ്ത് എടുക്കുന്നത് വരെയും ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. കാരണം ഈ കോളിഫ്ലവർ വെന്ത് ക്രിസ്പിയായി കിട്ടാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. അതേപോലെ തന്നെ കോളിഫ്ലവർ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. പിന്നീട് അങ്ങോട്ട് ഇതൊന്ന് വെന്ത് ക്രിസ്പിയായി കിട്ടുന്നത് വരെയും ഇടവിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. അങ്ങനെ ഏതാണ്ട് ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ ഈ കോളിഫ്ലവറൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള കോളിഫ്ലവറും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഈ കോളിഫ്ലവർ എല്ലാം തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തതായി നമുക്ക് ഗ്രേവി തയ്യാറാക്കാനായിട്ട് തുടങ്ങണം. അതിന് മുൻപായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ശേഷം ഒരല്പം ഏകദേശം ഒരു 80 ml വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. കാരണം ഇത് നമുക്ക് പിന്നീട് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ നമുക്കിത് തയ്യാറാക്കി വയ്ക്കേണ്ടതായിട്ടുണ്ട്. ശേഷം ഒരു കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കോളിഫ്ലവർ വറുത്തെടുക്കാനായിട്ട് ഉപയോഗിച്ച എണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് എണ്ണയെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഈ എണ്ണയൊന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, ഇവ രണ്ടും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇങ്ങനെ ഈ 1-2 മിനിറ്റ് മൂപ്പിക്കുമ്പോഴേക്കും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറി നല്ലൊരു മണം വന്ന് തുടങ്ങും. അപ്പോഴേക്കും ഇതിലേക്ക് 3 ചെറിയ സവാള ഒരല്പം വലിപ്പത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കൂടാതെ ഒരു വലിയ ക്യാപ്സിക്കം ഒരല്പം വലിപ്പത്തിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കവും സവാളയും ഒന്നും അധികമായി വെന്ത് പോകാൻ പാടില്ല. ഈ പറഞ്ഞ 2 മിനിറ്റിനുള്ളിൽ തന്നെ അത് അത്യാവശ്യം വാടി തുടങ്ങും, അത് മതി. അപ്പോൾ അത്രയും ഒന്നായി കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇവ കൂടാതെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പിൻ്റെയും കുരുമുളകിൻ്റെയും അളവ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. വെള്ളം, അതായത് ഈ ഗ്രേവി തിളച്ച് തുടങ്ങുമ്പോഴേക്കും പിന്നീട് ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കോൺഫ്ലോർ മിക്സ് ഉണ്ടല്ലോ, അതൊരിക്കൽ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് ഗ്രേവി വളരെ പെട്ടെന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഈ കോൺഫ്ലോർ മിക്സ് ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗ്രേവി വളരെ പെട്ടെന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഗ്രേവിയിൽ അവിടങ്ങളിലായിട്ട് കോൺഫ്ലോർ മിക്സ് കട്ട പിടിച്ച് കിടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് വളരെ പെട്ടെന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഗ്രേവി കുറച്ചുകൂടി ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ കോളിഫ്ലവർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. പിന്നെ ഈ ഗ്രേവി കുറച്ചുകൂടി ഒന്ന് തിക്കാകേണ്ടിയിരുന്നില്ലേ എന്ന് പലർക്കും തോന്നാം. പക്ഷേ അതങ്ങനെയല്ല. ഈ പാത്രത്തിലെ ചൂടും മറ്റും ആറി വരുന്നതിനനുസരിച്ച് ഗ്രേവി കുറച്ചുകൂടി ഒന്ന് തിക്കായി തുടങ്ങും. നമുക്ക് ആവശ്യമുള്ള പരുവത്തിൽ അത് കറക്റ്റ് തിക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ചില്ലി ഗോപിയൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മുടെ നെയ്ച്ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും പൊറോട്ടയോടൊപ്പവും എല്ലാം നല്ലൊരു കിഡു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പതിവുപോലെ നന്ദി, നമസ്കാരം.